ഹായ്, ഗുഡ് മോർണിംഗ് എൻ്റെ നല്ല കൂട്ടുകാരെ. ഒരു വളരെ ചെറിയ വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. എൻ്റെ വളരെ പ്രിയപ്പെട്ട കുറച്ച് കൂട്ടുകാർ ഇതിനെക്കുറിച്ച് ഒന്ന് മലയാളത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊരു വീഡിയോ ഇട്ട് തരാമോ എന്ന് എന്നോട് ചോദിച്ച അവരുടെ ആവശ്യത്തെ മാനിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ പലർക്കും ഇത് വളരെ ലളിതമായിട്ട് അറിയാവുന്നതായിരിക്കാം. ഞാനൊരു കാര്യം പറയുന്നു. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് എങ്കിൽ ഇന്ന് ക്രിപ്റ്റോ കറൻസികൾ സൂക്ഷിച്ചു വെക്കുന്നതിന് ഏറ്റവും സുരക്ഷിതമായ വാലറ്റുകൾ ഏതാണ് എന്ന് പലരും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മൂന്ന് തരം വാലറ്റുകൾ. ഒന്ന് ഡിവൈസ് ബേസ്ഡ് വാലറ്റ്, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ബൈനാൻസ് പോലെയുള്ള എക്സ്ചേഞ്ച് ബേസ്ഡ് വാലറ്റ്. അതുമല്ല എങ്കിൽ പൂർണ്ണമായ കൺട്രോൾ നമ്മളുടെ കയ്യിൽ മാത്രമായിരിക്കുന്ന എക്സ്ചേഞ്ച് ബേസ്ഡ് വാലറ്റ്. ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ലോകത്തിൽ അധികം ആളുകളും ഉപയോഗിക്കുന്ന വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള സീഡ് വേർഡ്സുകൾ, 12 സീഡ് വേർഡ്സുകളും നമ്മളുടെ കയ്യിൽ മാത്രമുള്ള, നമ്മളുടെ അനുവാദമില്ലാതെ മറ്റൊരാൾക്കും ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് വാലറ്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനായിട്ടാണ്. ഈ സോഫ്റ്റ്വെയർ ബേസ്ഡ് വാലറ്റിന്റെ പേര് എന്ന് പറയുന്നത് മെറ്റാമാസ്ക് എന്നാണ്. ഒരു പരിധിവരെ ന്യൂ ജനലായിട്ടുള്ള എല്ലാവർക്കും തന്നെ പരിചിതമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് ക്രിപ്റ്റോ കറൻസി വാലറ്റ് ആയിരിക്കും മെറ്റാമാസ്ക്. എന്നാൽ ഇത് എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്, എങ്ങനെയാണ് ഈ വാലറ്റ് അഡ്രസ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണിത് നമ്മൾ അതിൻ്റെ അഡ്രസ്സ് എടുക്കേണ്ടത് എന്ന് അറിയത്തില്ല, ഒന്ന് പറഞ്ഞു തരണമെന്നുള്ള എൻ്റെ കുറച്ച് കൂട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളെ അറിയിക്കുന്നത്. മെറ്റാമാസ്ക് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ മെറ്റാമാസ്ക് ബ്ലോക്ക് ചെയിൻ വാലറ്റ് എന്ന് നിങ്ങളുടെ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയി കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കാണാം. അവിടെ നിങ്ങൾ കാണുന്ന ആ ഡൗൺലോഡ് ഐക്കൺ നിങ്ങൾ പ്രസ് ചെയ്യുക. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, ഇതിൻ്റെ ലോഗോ മെറ്റാമാസ്ക് ബ്ലോക്ക് ചെയിൻ വാലറ്റ്. ഇത് നിങ്ങൾ ആ ഡൗൺലോഡ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആപ്പിൾ ഡിവൈസ് യൂസ് ചെയ്യുന്നവർക്ക് ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഇത് ഡൗൺലോഡ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നത്. ഇത് ഡൗൺലോഡ് ആയതിനു ശേഷം ഇപ്പം നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഏകദേശം 4.8 റേഞ്ചിലുള്ള റാങ്കിങ് ഉള്ള ഒരു എക്സ്ചേഞ്ച് ബേസ്ഡ് വാലറ്റ് ആണ്. ഇത് ഡൗൺലോഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ അതിൽ ഓപ്പൺ ബട്ടണിലേക്ക് നമ്മൾ പോവുക. നമുക്കറിയാം, പലപ്പോഴും ഒരു ക്രിപ്റ്റോ കറൻസി വാലറ്റ് എന്ന് പറയുന്ന പ്രൈവസി കീപ്പ് ചെയ്യാനുള്ളതായതുകൊണ്ട് തന്നെ വ്യക്തികൾ അവരുടെ KYCയോ മറ്റൊരു ഡീറ്റെയിൽസോ കൊടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഹാക്ക് ചെയ്യുവാനോ അദ്ദേഹത്തിന്റെ സമ്പത്തിനെ അപഹരിക്കുവാനോ അവസരം കൊടുക്കാത്ത രീതിയിൽ പ്രൈവസി ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ മെറ്റാമാസ്ക് യൂസ് ചെയ്യാൻ ഇവിടെ നിങ്ങൾ വന്നു കഴിയുമ്പോൾ ഈ ഒരു പേജിൽ കാണുന്ന ഇമ്പോർട്ട് യൂസിങ് സീക്രട്ട് റിക്കവറി ഫ്രേസസ് ഓർ ക്രിയേറ്റ് എ ന്യൂ വാലറ്റ്. ഇവിടെ ആദ്യം പറഞ്ഞു, നിങ്ങൾക്ക് ഓൾറെഡി ഒരു മെറ്റാമാസ്ക് വാലറ്റ് അഡ്രസ് ഉണ്ട് എങ്കിൽ ഇവിടെ സീക്രട്ട് റിക്കവറി ഫ്രേസസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കടക്കാം. അല്ല എങ്കിൽ ക്രിയേറ്റ് ന്യൂ വാലറ്റ്. ഇവിടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നു. ക്രിയേറ്റ് ന്യൂ വാലറ്റ് എന്ന് പറയുന്ന ആ ഒരു ഐക്കണിൽ നിങ്ങൾ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ പുതിയ ഒരു പേജിലേക്ക് പോകും. ഞാൻ പറഞ്ഞത് മറക്കണ്ട, നിങ്ങൾക്ക് ഓൾറെഡി ഒരു മെറ്റാമാസ്ക് വാലറ്റ് ഉണ്ട് എങ്കിൽ ക്രിയേറ്റ് ന്യൂ വാലറ്റ് അല്ല, റിക്കവർ ഫ്രേസസ് എന്ന് പറയുന്ന ആ ഒരു ഐക്കണിൽ കൂടെ നിങ്ങൾക്ക് കയറി നിങ്ങളുടെ റിക്കവറി ഫ്രേസസ് യൂസ് ചെയ്തുകൊണ്ട് കിടക്കാം. ഇപ്പൊ പുതുതായിട്ട് വരുന്നവർ അവിടെ ക്രിയേറ്റ് എ ന്യൂ വാലറ്റ് എന്ന് പറയുന്ന ഐക്കൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പേജിലേക്ക് കടന്നു പോകും. ഈ പേജ് അവിടെ കടന്നു വന്ന് നമ്മൾ അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും വ്യക്തമായും സുതാര്യമായും പഠിച്ച് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ബാധ്യതയാണ്. കാരണം ഇത് 100% നമ്മളുടെ മാത്രം കൺട്രോളിൽ ഉള്ള ഒരു പ്രൊഡക്റ്റാണ്, ഒരു വാലറ്റാണ്. ഇത് നമ്മളുടെ അനുവാദമില്ലാതെ മറ്റൊരാൾക്കും ആക്സസ് ചെയ്യാൻ പറ്റാത്തതാണ്. അവിടെ നമ്മൾ ആ ഒരു പേജിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ വരുന്ന ക്രിയേറ്റ് പാസ്വേഡ്. എനിക്ക് പറയാനുള്ളത്, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മിനിമം 8 ഡിജിറ്റുകളുള്ള ആൽഫ ന്യൂമറിക് കേസ് സെൻസിറ്റീവ് ആയിട്ടുള്ള മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യുക. അത് കൺഫേം പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ട്
ഞാനിത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. ആ ഒരു രീതിയിൽ നിങ്ങളിത് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ബയോമെട്രിക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേജിലേക്ക് കടക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുള്ളത് കൊണ്ട് എൻ്റെ ഫിംഗർ പ്രിന്റിലേക്ക് ഇത് കടന്നു ഈ ഒരു പേജിലേക്ക് വരും. ഇവിടെ ഞാൻ ആകെ കൊടുത്ത ഒരു പാസ്വേഡ് മാത്രമാണ് കൊടുത്തത്. എൻ്റെ മെയിൽ ഐ ഡി കൊടുത്തിട്ടില്ല, എൻ്റെ പേര് കൊടുത്തിട്ടില്ല, എൻ്റെ കൺട്രി കൊടുത്തിട്ടില്ല, ജെൻഡർ കൊടുത്തിട്ടില്ല, എൻ്റെതായ യാതൊരുവിധ ഡീറ്റെയിൽസും ഞാൻ കൊടുത്തിട്ടില്ല. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ബയോമെട്രിക്സും കഴിഞ്ഞപ്പോൾ ഈ പേജിലേക്ക് കടക്കും. ഇവിടെ നമ്മളോട് പറഞ്ഞ റിസ്ക് എന്ന് പറയുന്ന കാര്യങ്ങളും ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്തൊക്കെയാണ് എന്ന് വ്യക്തമായും സുതാര്യമായും പറയുന്നുണ്ട്. ഇത് നമ്മൾ വായിച്ചു നോക്കിയതിന് ശേഷം നമുക്ക് ഒരു കാര്യം ചെയ്യാം. സ്റ്റാർട്ട് എന്ന് പറയുന്ന താഴെ കാണുന്ന ഐക്കണിൽ നമ്മൾ ടച്ച് ചെയ്യുക. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ പ്രോസസ്സിങ്ങിലേക്ക് കിടക്കുന്നത്. ഇവിടെ ഹൈഡ് ചെയ്തിരിക്കുന്ന ഒരു പേജ് കാണാം. ഇത് ഹൈഡ് ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എപ്പോഴും ഹൈഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഇവിടെ നമ്മൾ വ്യൂ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് 12 സീഡ് വേർഡ്സുകൾ എന്ന് പറഞ്ഞാൽ ഈ മെറ്റാമാസ്ക് വാലറ്റ് അഡ്രസ്സിന്റെ പാസ്വേഡ് നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ അത് റിക്കവർ ചെയ്യാനുള്ള 12 സീഡ് വേർഡ്സുകൾ നിങ്ങൾക്ക് കിട്ടും. ഇത് ഞാൻ ഓൾറെഡി എൻ്റെ സീഡ് വേർഡ്സ് എഡിറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത്. കാരണം ഇത് എൻ്റെ റിയൽ വാലറ്റ് അഡ്രസ്സ് ആയതുകൊണ്ടാണ്. നിങ്ങൾക്കും ഇതുപോലെ 12 സീഡ് വേർഡ്സുകൾ കിട്ടും. ഈ 12 സീഡ് വേർഡ്സുകളും എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ നിങ്ങൾ മറ്റൊരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കുക. ഒരിക്കലും ഫോട്ടോ എടുത്ത് വെക്കുക എന്ന പരിപാടി ചെയ്യാതിരിക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പോകുമ്പോൾ ഇങ്ങനെ ഒരു പേജിൽ വരും. ഇവിടെ 1 by 1 ക്രമാനുസൃതമായി നമ്മൾ താഴെ നിന്ന് ഓരോ വേർഡുകളും സെലക്ട് ചെയ്ത് 12 വേർഡുകളും കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. ഇങ്ങനെ 12 വേർഡുകളും നമ്മൾ കറക്റ്റായിട്ടാണ് സെലക്ട് ചെയ്ത് ചെയ്തിരിക്കുന്നത് എങ്കിൽ സക്സസ് എന്ന് പറയുക. അവിടെ നമുക്ക് കാണാൻ പറ്റും കംപ്ലീറ്റ് ബാക്കപ്പ്. എനിക്ക് പറയാനുള്ളത് ഈ 12 സീഡ് വേർഡ്സുകളാണ് നിങ്ങളുടെ ഈ സോഫ്റ്റ്വെയർ വാലറ്റിന്റെ ആക്സസ് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം. ഇത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മറ്റൊരാൾക്ക് ലഭിക്കാത്തിടത്തോളം നിങ്ങളുടെ വാലറ്റ് മറ്റൊരാൾക്കും ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. 100% നിങ്ങളുടെ മാത്രം കൺട്രോളിലാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പേജാണ് കൺഗ്രാജുലേഷൻ. ദാറ്റ് മീൻസ് വളരെ സിമ്പിൾ ആയിട്ട് ലോകത്തിൽ ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്രിപ്റ്റോ കറൻസിയുടെ സോഫ്റ്റ്വെയർ ബേസ്ഡ് വാലറ്റ് മെറ്റാമാസ്ക് നമ്മൾ സക്സസ്ഫുള്ളി ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നു. കൺഗ്രാജുലേഷൻസ്. ഇത്ര വളരെ സിമ്പിൾ ആണത്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകുന്ന അടുത്ത പേജ്. ഈ പേജിലാണ് അക്കൗണ്ട്, വാലറ്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാം റിസീവ്, ബൈ, സെൻഡ്, സ്വാപ്പ്. ഇതെല്ലാം ക്രിപ്റ്റോ കറൻസി. നമുക്ക് ഇഷ്ടമുള്ള ക്രിപ്റ്റോ കറൻസി സേവ് ചെയ്യുന്നതിനുള്ള സ്ഥലമാണ്. ഇവിടെ വാങ്ങുവാനും വിൽക്കുവാനുമുള്ള സ്പേസ് ഇല്ല. ഇറ്റ്സ് ഓൺലി എ വാലറ്റ്. ഇവിടെ നമ്മൾക്ക് എങ്ങനെയാണ് നമ്മളുടെ റിസീവിംഗ് വാലറ്റ് അഡ്രസ് എടുക്കേണ്ടത്? നമുക്ക് പലർക്കും അയച്ചു റിസീവിംഗ് വാലറ്റ് അഡ്രസ് എടുക്കാനായിട്ട് ഇവിടെ റിസീവ് എന്ന് പറയുന്ന ആ ഒരു ഐക്കൺ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. ഇവിടെ QR കോഡ് ഉണ്ട്. അതിന് താഴെ കോപ്പി എന്ന് കൊടുത്തിരിക്കുന്നത് വാലറ്റ് അഡ്രസ് ഉണ്ട്. ഇത് കോപ്പി ചെയ്ത് നിങ്ങൾ ഏത് കോയിനാണോ പർച്ചേസ് ചെയ്യാനുള്ളത്, എവിടെ നിന്നാണോ വാങ്ങാനുള്ളത്, അവിടെ റിസീവിംഗ് വാലറ്റ് അഡ്രസ്സായി പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെറ്റാമാസ്കിലേക്ക് നിങ്ങൾ ആവശ്യപ്പെടുന്ന കോയിൻ എത്തിച്ചേരുന്നതായിരിക്കും. ഞാൻ വിശ്വസിക്കുന്നു ഇത് വളരെ ചെറിയതും വളരെ നിസ്സാരമായതുമായ ഒരു കാര്യമാണ്. പക്ഷേ എന്നോട് ചോദിച്ച എൻ്റെ സുഹൃത്തുക്കളുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നു. എൻ്റെ സുഹൃത്തുക്കൾക്ക് ഒത്തിരി നന്ദി. നിങ്ങൾക്ക് ആവശ്യമുള്ള ലളിതമായ വളരെ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ എന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി അത് തരാൻ ഞാൻ തയ്യാറായിരിക്കും. ഒത്തിരി സ്നേഹത്തോടെ ജിനോ മാത്യു. താങ്ക് യു.